വിദേശകാര്യ വിദഗ്ധൻ ബ്രിഗേഡിയർ വേണു നായർ നമ്മളോടൊപ്പം തത്സമയം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ശ്രീ വേണു നായർ. ഇപ്പോൾ അപ്രതീക്ഷിതം ഈ നടപടി, അല്ലെങ്കിൽ ഇങ്ങനെയൊരു വാർത്ത അപ്രതീക്ഷിതമെങ്കിലും ഇങ്ങനെയൊരു നടപടി ഉണ്ടാകുമെന്നതിൻ്റെ സൂചനകൾ പല ഭാഗത്തു നിന്ന് വന്നിരുന്നു. പ്രത്യേകിച്ച് കരീബിയൻ കടലിൽ അമേരിക്കൻ വാർഷിപ്സ് കുറച്ചു കാലമായിട്ടുണ്ടായിരുന്നു. പലതവണ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് മുന്നറിയിപ്പുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇറങ്ങിപ്പോയില്ലെങ്കിൽ നടപടി ഉണ്ടാകും, തീക്കളി വേണ്ട, അങ്ങനെ പലതരം മുന്നറിയിപ്പ്. അതിനൊടുവിലാണ് ഇത്രയേറെ ആസൂത്രിതമായി, ഒരുപക്ഷെ നമ്മൾ ഒസാമ ബിൻ ലാദനെയൊക്കെ എങ്ങനെയാണോ പിടിക്കാൻ പോയത് അമേരിക്കൻ സൈന്യം, അതിന് സമാനമായ രീതിയിൽ ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെ ഇപ്പോൾ മദുറയെ കൊണ്ടുപോയിരിക്കുന്നത്. പക്ഷേ ഒരു റൂൾ ബേസ്ഡ് ഗ്ലോബൽ ഓർഡർ എന്നതിലേക്ക് ട്രംപ് എത്തുമ്പോൾ അത് മറ്റ് രാജ്യങ്ങൾക്കും ഭീഷണിയാവുന്നുണ്ട്, ഇറാനിൽ ഉൾപ്പെടെ. ഇപ്പോഴത്തെ ഈ സംഭവ വികാസങ്ങളെ ഒരു വശത്തു നിന്ന് വെനസ്വേലയ്ക്ക് വേണ്ടി വലിയ ശബ്ദങ്ങൾ ഉയരുമ്പോൾ തന്നെ വെനസ്വേലയ്ക്കകത്ത് അടക്കം മദുറയ്ക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങൾ ഒരു വശത്തുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് അങ്ങ് ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ നോക്കിക്കാണുന്നത്? എല്ലാവർക്കും ജയൻ. നമ്മളെല്ലാം പ്രതീക്ഷിച്ചിരുന്ന ഒരു ആക്ഷനാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് US നിന്നുണ്ടായിരിക്കുന്നത്. പക്ഷേ അത് വെനീസിലെ കീഴ്പ്പെടുത്തുക, വരുതിയിൽ കൊണ്ടുവരിക എന്നതായിരുന്നു ട്രംപിന്റെ ഉദ്ദേശം. അത് എന്തിനായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ട്രംപിന്റെ 1.0യിലും വെനീസിലേക്ക് കൂടെ ആയിരുന്നില്ല അദ്ദേഹം, മദുരയ്ക്കെതിരായിരുന്നു. വെനീസില നമ്മൾ മനസ്സിലാക്കേണ്ടത് തെക്കേ അമേരിക്കയിലെ ഏറ്റവും വടക്ക് ഭാഗത്തുള്ള ഒരു ചെറിയ രാജ്യമാണ്. ഇത് ഒരു ജനസംഖ്യയിൽ ഒരു 2.8 കോടി മാത്രമുള്ള ഒരു രാജ്യമാണ്. സൈസിലും പോപ്പുലേഷനിലും ഏതാണ്ട് 43rd and 38 ഒരു ലെവലിൽ വരുന്നതാണ് രാഷ്ട്രത്തില്. പക്ഷെ അവരുടെ ഏറ്റവും വലിയ അസറ്റ്, അവര് ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള രാജ്യമാണെന്നുള്ളതായിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് വെൻ ടു ഇറാഖ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അവിടെ വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക ഇറാഖിന്റെ അധിനിവേശം നടത്തുന്നത്. അതിന് US-ന്റെ ഒരു അപ്രൂവൽ ഇല്ലായിരുന്നു. അതൊക്കെ പിന്നെയാണ് അവര് യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് അങ്ങനെ ഒരു അപ്രൂവൽ ഉണ്ടാക്കി. പക്ഷേ സദാമിനെ കൊന്ന ശേഷവും എല്ലാം അവർക്ക് ഒരു വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷനോ ഒന്നും അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അവിടെയും ഓയിലിന് വേണ്ടിയിട്ടുള്ള യുദ്ധം തന്നെയായിരുന്നു ഉള്ള നഗ്ന സത്യം എല്ലാവർക്കും മനസ്സിലായി. അതുപോലെ തന്നെ ലോകത്തിലെ ഈ റൂൾ ബേസ്ഡ് ഓർഡറെ പറ്റി മാഡം പറയുന്നുണ്ടായിരുന്നു. അത് സൂപ്പർ പവർ, ഞങ്ങൾക്കത് ബാധകമല്ല എന്ന് അവര് തുടക്കം പോലെ കാണിച്ച് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞോടെ അത് മുതലുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ നോക്കുന്നുണ്ട്. CIA ലോകത്തില് എവിടെയെല്ലാം കൈകടത്താൻ പറ്റുമോ അതിന്റെ ആദ്യത്തെ കുറെ നാളുകളിൽ ആന്റി കമ്മ്യൂണിസം എന്ന ലെവലിലായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. റഷ്യക്ക് എതിരെ ചൈനയെ കൂട്ടിപ്പിടിച്ചതെല്ലാം നമുക്കറിയാം. 79 69 കാലഘട്ടങ്ങളിലൊക്കെ അങ്ങനെയാണ് അവർ പാകിസ്ഥാനിൽ വരുന്നത്. ആ കാര്യങ്ങൾ നമുക്കെല്ലാം അറിയാമല്ലോ. വെനസ്വേലയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഓയിൽ ഡെപ്പോസിറ്റുള്ള ഒരു രാജ്യമായി. പിന്നെ ഇത് ഒരു സ്പാനിഷ് കോളനി ആയിരുന്നു. 1823 അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത്. അപ്പോൾ അവരുടെ ഭാഷ സ്പാനിഷ് ആണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ക്യൂബ, വെനിസുല, കൊളംബിയ ഇതുപോലുള്ള രാജ്യങ്ങളിലെ പാവപ്പെട്ട ജനങ്ങളാണ്. അതുകൊണ്ട് അവിടെ സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസത്തിന്റെ ഒരു വലിയൊരു മിക്സ് ആയിട്ടുള്ള ഭരണങ്ങളും ഇല്ലെങ്കിൽ അവരെ ഭരിക്കാൻ പറ്റിയിരുന്ന മിലിറ്ററി ലീഡർഷിപ്പിന് മാത്രമായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞിട്ട് 1999 നമ്മുടെ മദുരയ്ക്ക് മുമ്പുള്ള ചാവേസ് വരുന്നത് പ്രസിഡന്റായി. അദ്ദേഹമാണ് ഈ എണ്ണവില കൊണ്ട് അവരെ രാജ്യ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്തത്. പക്ഷെ അദ്ദേഹം എക്കോണമി മാനേജ് ചെയ്യാൻ അധികം പറ്റിയില്ല. അങ്ങനെ 2013 മദൂറോ പ്രസിഡന്റ് ആവുന്നത്. അതിനുമുമ്പ് അദ്ദേഹം ചാവേസിന്റെ കൂടെ വൈസ് പ്രസിഡന്റായി. അപ്പൊ ഇവർക്കെല്ലാം ഒരു സോഷ്യലിസ്റ്റ് ലീനിങ് ഉള്ള ആൾക്കാരാണ് ഇവിടുന്ന്. അപ്പോ അവർക്ക് ഇത്ര ഓയിൽ ഡിപ്പോസിറ്റ് ഉണ്ടെങ്കിലും അതിനെല്ലാം ഉപയോഗപ്പെടുത്താൻ അമേരിക്ക സമ്മതിച്ചിരുന്നില്ല. എന്ന് പറഞ്ഞാൽ അമേരിക്കയ്ക്ക് അവരുടെ ഓയിലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് ഇവർക്കെതിരായ പല സാങ്ഷനുകളും അവരെ ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് അവരുടെ ഈ പൊട്ടൻഷ്യൽ അനുസരിച്ചുള്ള ഒരു
ഓയിൽ ട്രേഡിൽ നിന്നുള്ള ഒരു സാമ്പത്തിക ലാഭം അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയിരുന്നില്ല. അതിൽ നിന്ന് ഒരു 80% അവരുടെ എക്സ്പോർട്ട് പോയിരുന്നത് ചൈനയ്ക്കാണ്. അതുപോലെ തന്നെ ക്യൂബയ്ക്കും വില കുറഞ്ഞ എണ്ണ കൊടുത്തിരുന്നത് വെനിസുലയാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഇവരെ എങ്ങനെ കൺട്രോൾ ചെയ്യാന്നുള്ളതായിരുന്നു ട്രംപിന്റെ ഒരു പ്രോബ്ലം അല്ല, എങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കണം എന്നുള്ളതായിരുന്നു. അതിനെ കഴിഞ്ഞ കുറെ അദ്ദേഹം 2.0 പ്രസിഡന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കണ്ടതാണല്ലോ. തുടക്കം മുതൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ വെനിസുലയും അവിടെ നിന്നാണ് ഈ ഡ്രഗ് കാർട്ടൽസ് അമേരിക്കയിലേക്ക് വരുന്നത്. അത് ന്യൂയോർക്കിലൊക്കെ വന്നിട്ട് പിന്നെ എല്ലായിടത്തും ഡിസ്ട്രിബ്യൂട്ട് ആവുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ജനതയെ, ഞങ്ങളുടെ യൂത്തിനെ വഴി തെറ്റിക്കാനുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കരുതിയാണ്. അത് പല കാര്യങ്ങളിലും അത് ശരിയാണ്. ഈ US ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ പല കാര്യങ്ങളിലും ഇപ്പോൾ 36 രാജ്യങ്ങളിലെ ഭരണമാറ്റത്തിന് അവരുടെ CIA കരുവായിട്ടുണ്ട്. അവർ ഒരുപാട് ലേറ്റസ്റ്റ് നമ്മൾ ബംഗ്ലാദേശിൽ കണ്ടതാണ്, സിറിയയിൽ കണ്ടതാണ് 1 വർഷം മുമ്പ്. അപ്പോൾ അതുപോലെ ഇവിടെ ഭരണം മാറ്റത്തിലുള്ള കാര്യങ്ങളാണ് അവർ ചെയ്തത്. ഇത് ഈ മിലിറ്ററി ഓപ്പറേഷനെ ഞാനൊരു മിലിറ്ററി മാൻ എന്ന നിലയിൽ വളരെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ ഈ നടന്ന കാര്യം കഴിഞ്ഞപ്പോൾ 24 മണിക്കൂറായല്ലോ. അവിടെ 2 മണി മിഡ് നൈറ്റ് കഴിഞ്ഞ് 2 മണിക്കൊക്കെയാണ് അവരുടെ ആ ഒരു ചെറിയ സർജിക്കൽ സ്ട്രൈക്ക് പോലെ തന്നെയാണ് അവർ ചെയ്തത്. അവരുടെ ഇതിൽ ഉൾപ്പെട്ട സംഘം ഡെൽറ്റ ഫോഴ്സ് എന്ന് പറയുന്ന അവരുടെ സ്പെഷ്യൽ ഫോഴ്സസ് ആണ്. ഇവർ തന്നെയാണ് പാകിസ്ഥാനിലെ ഒസാമ ബിൻ ലാഡനെതിരായിട്ട് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടുപോയി വധിച്ചത്. ഈ ഡെൽറ്റ ഫോഴ്സിന്റെ ഒരു സെക്ഷൻ തന്നെയായിരുന്നു. ഇവരുടെ മിലിറ്ററി മാൻ ഞാൻ പറഞ്ഞ പോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് ഇവർ നടത്തിയത്. അവരുടെ പാലസിന് എതിരെ പോയിട്ടുണ്ട്. അവിടെയാണ് മെയിൻ ഉറങ്ങിക്കിടന്നിരുന്ന മധുരയെയും ഭാര്യയെയുമാണ് പിടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. അവിടുന്ന് ഒരു റൈഫിൾ ഷോട്ട് പോലും ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അവരുടെ ഏജന്റുകൾ കരാക്കസിലെ എല്ലാവിധ സ്വാധീനങ്ങളും ഉപയോഗിച്ച് ബാക്കിയെല്ലാം യൂട്ടിലൈസ് ആക്കി മധുരയെ കൊണ്ടുപോയി, വൈറ്റിനെ കൊണ്ടുപോയി. പിന്നെ ഒരു കാര്യം അവർക്ക് ഒരു ചെറിയ ജസ്റ്റിഫിക്കേഷൻ ഉള്ളത്, വേറെ ഇപ്പോ അഫ്ഗാനിസ്ഥാനിലോ സിറിയയിലോ ഒക്കെ ഇടപെടുന്ന, ഇറാനിലോ ഒക്കെ അമേരിക്ക ഇടപെടുമ്പോൾ അവർക്ക് ഒരു മാൻഡേറ്റ് ഉണ്ടായിരുന്നില്ല. ഇവിടെ അവർക്ക് പറയാവുന്ന ഞങ്ങളുടെ രാജ്യം ഇവരുടെ ഡ്രഗ് കൊണ്ട് നശിക്കാൻ പോകുന്ന ഒരു കാലത്താണ് ഞങ്ങൾ ഈ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷെ ആക്ച്വലി കാര്യം അവരുടെ ഓയിലിനെ കൺട്രോൾ ചെയ്യുകയാണ്. അതിപ്പോ ന്യൂസ് മീറ്റില് ട്രംപ് തന്നെ പറഞ്ഞിട്ടുണ്ട് അവരുടെ ഓയില് നമ്മൾ കൺട്രോൾ ചെയ്യുമെന്ന്. അപ്പോൾ ഇത് ഒരു റൂൾ ബേസ്ഡ് ആക്ഷനെ അല്ല. പക്ഷേ ഇവർ ഇതിനെതിരായിട്ട് അവിടെ പോയി ഈ ശബ്ദം ഒച്ചയെടുക്കാമെന്നല്ലാതെ ചൈന ആകട്ടെ, റഷ്യ ആകട്ടെ, ഈ പറയും പോലെ അവിടെയുള്ള ചില രാജ്യങ്ങളാകട്ടെ, തെക്കേ അമേരിക്കയിലുള്ള അതിലൊന്നും കൊണ്ടൊന്നും അമേരിക്ക ബാധിക്കുകയില്ല. അവര് നമ്പർ 1 ആണ്. ഇവർക്ക് വളരെ ചെറിയ പറയുന്നത് പോലെ വളരെ പ്രത്യക്ഷമായി തന്നെ പ്രതികരണങ്ങളൊക്കെ വന്നു കഴിഞ്ഞു. പ്രത്യേകിച്ച് ഈ ഓയിൽ റിച്ചായ രാജ്യങ്ങൾക്കൊക്കെ ആ തരത്തിലൊരു ആശങ്ക, ഇത് നാളെ അവിടെയും ആവർത്തിക്കുമോ, അമേരിക്കയ്ക്ക് എവിടെയും കടന്നു കയറാം, എന്തും ചെയ്യാം എന്ന് പറയുന്നത് എത്രത്തോളം ശരിയാണെന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെ മറുവശത്തും ഉയരുന്നുണ്ട്. വളരെ നന്ദി ബ്രിഗേഡിയർ വേണു നായർ വിശദമായി ഈ വിഷയങ്ങൾ വിലയിരുത്തിയതിന്. എണ്ണ തന്നെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അതിന് എത്രമാത്രം വെനസ്വേലയിൽ നിന്ന് ട്രംപിനും അമേരിക്കയ്ക്കും പിന്തുണ കിട്ടും എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അവിടുത്തെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്ത് പ്രതിപക്ഷം ട്രംപിനൊപ്പമാണ് ഈ വിഷയത്തിലുള്ളത്. നിലവിലുള്ള ഭരണ സംവിധാനത്തിനപ്പുറത്തേക്ക് ട്രംപിന് തനിക്ക് പൂർണ്ണ സ്വാധീനമുള്ള ഒരു സർക്കാരിനെ അവിടെ കൊണ്ടുവരാൻ കഴിയുമോ എന്നതൊക്കെ ഇനി നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. വെനസ്വേലയിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ഇതിനിടെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യം കണക്കിലെടുത്ത് വെനസ്വേലയിലേക്കുള്ള അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. വെനസ്വേലയിൽ പ്രതിഷേധങ്ങളും സംഘർഷങ്ങളും തുടരുന്ന സാഹചര്യത്തിലാണ് നടപടി. വെനസ്വേലയിലുള്ള ഇന്ത്യൻ പൗരന്മാർ അതീവ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്.